കോന്നിയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ അപകടകരമായി ഓടിച്ച BMW കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർ ഓടിച്ച യുവാവിനെതിരെ കോന്നി പോലീസ് കേസെടുത്തു. വീഡിയോ ചിത്രീകരിക്കുന്നതിനായി സ്കൂൾ വിദ്യാർത്ഥികൾ പണം നൽകി കാർ എത്തിച്ചതാണെന്ന് പോലീസ് വ്യക്തമാക്കി. സ്കൂൾ അധികൃതർ വിവരമറിയിച്ചത് പ്രകാരം കോന്നി പോലീസ് എത്തി കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലാണ് സംഭവം. ഇന്ന് രാവിലെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒരു BMW കാർ കടന്നു ചെല്ലുന്നു. ശേഷം സ്കൂൾ ഗ്രൗണ്ടിൽ ഈ ആഡംബര കാർ അപകടകരമായ രീതിയിൽ ഓടിക്കുന്നു. ഇതോടെ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടു. അവർ ഉടൻ തന്നെ കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം നൽകി. കോന്നി പോലീസ് ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എത്തുകയും ഈ കാറും ഒപ്പം തന്നെ കാറിലുണ്ടായിരുന്ന 2 പേരെയും കസ്റ്റഡി എടുക്കുകയും ചെയ്തു. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നില്ല ഈ കാറുമായി കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. പോലീസ് പറയുന്നത് ഈ കാർ അവിടെ ഗ്രൗണ്ടിൽ അപകടകരമായ രീതിയിൽ തന്നെ ഓടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാർ കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലായിട്ട് ബന്ധപ്പെട്ട് 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിങ്ങും നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരവിടെ വണ്ടി കയറ്റിയ സമയത്ത് ഗ്രൗണ്ടിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് തന്നെ പോലീസ് അവിടെ ചെന്നതുകൊണ്ട് മറ്റു വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. ഓടിച്ച് അവർക്ക് ലൈസൻസ് ഉണ്ട്. അവർ കാർ വാടകയ്ക്കൊക്കെ കൊടുക്കുന്നവരാണ്. അവർക്ക് ഈ അപാകമായിട്ട് അപകടം ഉണ്ടാക്കുന്ന രീതിയിലും അഭ്യാസ പ്രകടനം നടത്തുന്നതിന് വാഹനം ഓടിക്കുന്ന എല്ലാ സെക്ഷനും ഇട്ട് കേസെടുത്തിട്ടുണ്ട്. സ്കൂളിൽ ഇന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. പോലീസ് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ചിലർ ഈ കാറിൽ വന്ന 2 ആളുകളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിനുവേണ്ടി 2000 രൂപ ഈ കാറിൽ വന്ന 2 പേർക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നൽകിയെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം കോന്നി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.